ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്വാതന്ത്ര്യം, പാപത്തിൽ സ്വാതന്ത്ര്യം, ശാപത്തിൽ സ്വാതന്ത്ര്യം, എന്തെല്ലാം ദുശ്ശീലങ്ങളാണ് നമുക്കുള്ളത്. എല്ലാത്തിനും സ്വാതന്ത്ര്യം കിട്ടുക. വാസ്തവം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ ദുശ്ശീലങ്ങളെല്ലാം ഒന്ന് മാറണം, അതിന് സ്വാതന്ത്ര്യം കിട്ടണം. മദ്യം ഞാൻ തൊടുകയില്ല, കർത്താവ് ഇല്ല, അതെന്നെ നശിപ്പിക്കുന്ന വിഷമാണ്. എൻ്റെ കുടുംബസമാധാനം നശിപ്പിക്കുന്ന വിഷമാണ്. കുടുംബസമാധാനം നശിപ്പിക്കും, കുടുംബത്തിൻ്റെ ഐശ്വര്യം നശിപ്പിക്കും, എൻ്റെ മക്കളുടെ ഭാവി നശിപ്പിക്കും, എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ കഴിവുകളെല്ലാം നശിപ്പിച്ച് കളയും. മദ്യം മൂലം കലഹമുണ്ടാകുന്നു. മദ്യം മൂലം കലഹമുണ്ടാകുന്നുണ്ട്. മക്കൾ വേദിച്ച് വിഷമിക്കുന്നു, അവർ പഠിക്കാൻ ഒക്കുന്നില്ല. അനേകം കുട്ടികളും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ, നല്ല കുട്ടികൾ, പക്ഷേ അപ്പനും അമ്മയും തമ്മിൽ എന്നും വഴക്ക്. അപ്പനെപ്പോഴോ മദ്യപാനം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ബഹളമാണ്, ഒച്ചപ്പാടാണ്, വലിയ ശണ്ടയാണ്. എന്തിനാണാവോ? പാവം ആ സ്ത്രീയെ പിടിച്ച് തല്ലുന്നു, ഭാര്യയെ തല്ലുന്നു. എല്ലാ വീട്ടിലില്ലായിരിക്കും. മദ്യപാനികളെല്ലാവരും ഭാര്യയെ തല്ലുന്നവരായിരിക്കണമെന്നില്ല. ഭാര്യയെ തല്ലുന്നു. പാവം ആ സ്ത്രീ വിറച്ച് വേദനിച്ച് നിലവിളിച്ച് ഉച്ചത്തിൽ കരയുന്നു. മക്കൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, അനേക കുടുംബങ്ങൾ തീരാ ദുരിതത്തിലല്ലേ, നരകത്തിലല്ലേ അനേക കുടുംബങ്ങൾ അല്ലേ? സ്വസ്ഥതയുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ, സ്വസ്ഥതയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ശാപങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ശാപങ്ങൾ പിന്നാലെ വരികയാണ്. ശാപങ്ങൾ, ദോഷങ്ങൾ, എന്തെല്ലാം ശാപങ്ങൾ. പുറമേ അതിഥികൾ വരുമ്പോൾ, സ്വന്തപ്പെട്ടവരാരെങ്കിലും വരുമ്പോൾ നല്ല സ്നേഹമാണ്, സന്തോഷമാണ്, ചിരിയുണ്ട്, സൽക്കാരമുണ്ട്. പക്ഷേ ആരുമില്ലാത്തപ്പോൾ കുടുംബത്തിൽ ചണ്ടയാണ്. ആരുമില്ലാത്തപ്പോൾ ഒരൈക്യമില്ല, സ്നേഹമില്ല. മക്കളിതെല്ലാം കാണുന്നു. ആ മക്കളുടെ ഹൃദയം വരണ്ടു പോകുന്നു, അവരുടെ ഹൃദയം നിരാശ കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ശാപങ്ങളിൽ നിന്നും പാവങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കണം. മോചനം തരും, യേശുക്രിസ്തു മോചനം തരും. നിങ്ങൾ വിശ്വസിക്കൂ, സ്വാതന്ത്ര്യം തരും. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ ഉറച്ചു നിൽപ്പീൻ, അടിമത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. ഇതിങ്ങനെയുള്ള അപകടങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേര് സാത്താൻ എന്നാണ്. സാത്താൻ്റെ ബന്ധനം. 1 പാവത്തിൻ്റെ ബന്ധനം, 2 ശാപങ്ങളുടെ ബന്ധനം, 3 പിശാചിൻ്റെ ബന്ധനം. സാത്താൻ വാഴുന്നു, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ കൈയൊന്ന് ആഞ്ഞടിച്ചാൽ നമുക്ക് കാണാൻ വയ്യ, പക്ഷേ എത്രയോ അണുക്കൾ, ഈ അന്തരീക്ഷത്തിലുള്ള അണുക്കൾ ചത്തുപോകുന്നു. കൈയൊന്ന് ആഞ്ഞടിക്കുമ്പോൾ അണുക്കൾ ചത്തുപോകുന്നു. ഈ അന്തരീക്ഷത്തിൽ പലതരത്തിലായ അണുക്കളുണ്ട്. രോഗാണുക്കളുണ്ടാകും, മറ്റു ചില അണുക്കളുണ്ടാകും. ഈ അണുക്കളെല്ലാം ചത്തുപോകുന്നു. അത് നാം കാണാൻ പറ്റുന്നില്ല. എന്നതുപോലെ കാണാൻ പറ്റാത്തതായ ഒരു പൈശാചിക സേനാ വൃന്ദമുണ്ട് നമ്മുടെ ചുറ്റും. നമുക്ക് കാണാൻ വയ്യ. ചിലപ്പോൾ അവർ ഇളകി വരും, ഈ പൈശാചിക സൈന്യം ഇളകി വരും. എപ്പോഴാണ്? ഉറങ്ങിക്കിടക്കുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന്, ഉപബോധ മനസ്സിൽ നിന്ന് ഈ പിശാചുക്കൾ പൊങ്ങി വരും. അപ്പോഴാണ് ചിലപ്പോൾ നിങ്ങളെ കിടക്കയിലിട്ട് തരും മുകളിലോട്ട് എറിയുന്നത്. ഉറക്കത്തിൽ വിളിക്കുക, അയ്യോ ഇനി ആരാണ്ട് പിടിച്ച് എറിഞ്ഞല്ലോ നിലവിളിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ വായു മൂക്കും പൊത്തി പിടിക്കും. പിശാചുക്കളാണ്. വായു മൂക്ക് ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല, ശ്വാസോച്ഛ്വാസം പറ്റുന്നില്ല, വീർപ്പ് മുട്ടി വിഷമിച്ച് ഉറക്ക കരയുന്നു. അപ്പോൾ ഭാര്യ എഴുന്നേറ്റ് ചോദിക്കും, എന്ത് പറ്റി, എന്താ? ഭർത്താവ് ചോദിക്കുന്നു, എന്താ? ആരാണ്ട് എന്നെ പിടിച്ച് മുകളിലോട്ട് എറിഞ്ഞു. അയ്യോ എനിക്ക് ഒരു സമാധാനമില്ല, ഞാൻ പേടിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഇതൊരു ശാപകരമായ കാര്യമാണ്. പിശാചാണ്, സാത്താനാണ് ചെയ്യുന്നത്. പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി നമ്മുടെ ബോധമനസ്സിനെ കളയുകയാണ്. ബോധമനസ്സിനെ ഇല്ലായ്മ ചെയ്യും, ബോധത്തെ നശിപ്പിക്കും, ബുദ്ധിയെ നശിപ്പിക്കും, ബോധം മറിച്ച് കളയും. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. കോപഭ്രാന്തുള്ള ആളുകളുണ്ട്, കോപത്തിൻ്റെ ഭ്രാന്തുള്ളവർ. കോപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കോപത്തിൻ്റെ ഭ്രാന്ത്. കാമഭ്രാന്തുള്ള ആളുകളുണ്ട്. കാമവികാരം ഉണർന്ന് എന്ത് വൃത്തികേട് ചെയ്യാൻ മടിയില്ലാതെ വിരളി കൊണ്ടുപോടുന്ന ആളുകളുണ്ട്. കാമഭ്രാന്ത്. കലി പിടിച്ചു ഓടുന്ന ആളുകളുണ്ട്. ഭയങ്കരമായ കലി, ക്രോധക്കലി. അനേകം ഭ്രാന്ത് നമ്മൾ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ വന്നപ്പോൾ ഭ്രാന്ത് ബാധിച്ച് സഭാഭ്രാന്ത്, കക്ഷിഭ്രാന്ത്, മതഭ്രാന്ത്, ഇങ്ങനെ ഭ്രാന്തുകൾ നമ്മൾ കൂടിക്കൂടി വരികയാണ്. ഇതെല്ലാം ഭ്രാന്താണ്. എന്തിന്? മനുഷ്യൻ സ്നേഹിച്ചാൽ പോരെ? എന്തിന് കക്ഷിഭ്രാന്ത്? എന്തിന് സഭാഭ്രാന്ത്? എന്തിന് പള്ളിഭ്രാന്ത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? എന്ത് സൗഭാഗ്യമായ കാര്യമാണ്. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, എൻ്റെ ഇടവപ്പള്ളി വലമ്പൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയാണ്. ഞങ്ങളുടെ കാരണവന്മാരുടെ കാലം മുതൽ ഞാൻ ഓർത്തഡോക്സ് സഭയിലാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കാരണവശാലും ഒരിക്കലും മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ അകൽച്ചയോട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ ഇടവയിൽ യാക്കോബായത്തുള്ള ആളുകളുണ്ട്. എന്ത് ചെയ്യുന്നറിയാമോ? വലിയ ബഹളമൊക്കെ ഉണ്ടായി കഴിഞ്ഞ കാലത്ത്, കക്ഷികളൊക്കെ ഉണ്ടായപ്പോൾ
ഏതാനും വർഷം മുൻപ് ഞങ്ങളുടെ പള്ളിയിൽ 2 ഭാഗക്കാർ ഒത്തൊരുമിച്ചിരുന്ന് പറഞ്ഞ് ഭാഗം വെച്ച് പിരിഞ്ഞു. ഇപ്പോൾ 2 പള്ളി അടുത്തടുത്തുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഭാഗം വെച്ച് പിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ കക്ഷി ഭ്രാന്ത് പിടിച്ച് ഇളകേണ്ട കാര്യമില്ല. അത് തെറ്റാണത്. നാം ദൈവത്തിൻ്റെ മക്കളല്ലേ? നാം അങ്ങോട്ട് മത്സരിക്കേണ്ടവരാണോ? എന്തിനാ ആരാധനയ്ക്ക് വേണ്ടി മത്സരിക്കുകയോ? എന്തൊരു വിഡ്ഢിത്തം! ആരാധനയ്ക്ക് വേണ്ടി മത്സരിക്കേണ്ടത് ആവശ്യമില്ല. നാം ചെയ്യേണ്ടത് എന്താണ്? ഒരു ഭാഗം തോറ്റു നിൽക്കട്ടെ. ആ ഭാഗം തോറ്റെങ്കിൽ ജയിച്ചവൻ അങ്ങോട്ട് ചെല്ലണം. തോറ്റൻ ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്. ജയിച്ചവൻ അങ്ങോട്ട് ചെല്ലണം. ജയിച്ചു എന്ന് അഭിമാനിക്കുന്നവൻ അങ്ങോട്ട് തോറ്റൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. നമുക്ക് ഇനി ഇണങ്ങി കഴിയാം. നമുക്ക് വഴക്കടിക്കണ്ട. നമുക്ക് ഐക്യമായി കഴിയാം. നിങ്ങൾ എന്ത് പറയുന്നു അതുപോലെയൊക്കെ ചേരാൻ ഞങ്ങൾ തയ്യാറാണ്. ഇങ്ങനെ പറയാൻ തയ്യാറായി ചെല്ലുന്നവർ വിശ്വസിക്കേ സാധിക്കുകയുള്ളൂ. ദൈവമക്കൾക്കേ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെ മത്സരിക്കും. അവൻ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ അവൻ തോറ്റ് നിലമ്പരിയാകട്ടെ, അവൻ ഇട്ടേച്ച് പോകട്ടെ എന്നൊക്കെ ചിന്തിക്കും. തെറ്റാണത്. ആ പ്രവണത തെറ്റാണ്. അത് ക്രിസ്തീയമല്ല. ജയിച്ചു എന്ന് അവകാശപ്പെടുന്നവൻ നേരെ തോറ്റയുടെ അടുക്കലേക്ക് അങ്ങോട്ട് ചെന്ന് യാചിക്കണം. നമുക്ക് ഒരുമിച്ച് പോകാം കൂട്ടരെ, നമുക്ക് ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കാം, നമുക്ക് ഒത്തൊരുമിച്ച് പോകാം. ഇതാണ് ആത്മീയം, ഇതാണ് ക്രിസ്തീയം. നിർഭാഗ്യവശാൽ നമ്മുടെ പല നേതാക്കന്മാർക്കും അത് അറിഞ്ഞുകൂടാ, ആത്മീയം അറിഞ്ഞുകൂടാ. കാര്യം വേഷവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആത്മീയം അറിഞ്ഞുകൂടാ. വേഷവിധാനങ്ങളും നല്ല നല്ല പ്രാർത്ഥനാ ഗീതങ്ങളും സുറിയാനിയിലും മറ്റുമുള്ളതായ നല്ല മനോഹരമായ ഇമ്പകരമായ ഗാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവസ്നേഹം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ദൈവസ്നേഹം ആരെയും അകറ്റുന്നതല്ല, എല്ലാവരെയും അടുപ്പിക്കുന്നതാണ്. ആരെയും ദ്വേഷിക്കുന്നതല്ല, എല്ലാവരെയും സ്നേഹിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. കോപഭ്രാന്ത് പാടില്ല, കക്ഷിഭ്രാന്ത് പാടില്ല, മതഭ്രാന്ത് പാടില്ല. എന്തിന് ഈ മതഭേദം? എന്ത് ആവശ്യം? ഇതെല്ലാം അബദ്ധമാണ്. കേൾക്കൂ, നിങ്ങൾ കേൾക്കണേ, പറഞ്ഞു തരാം. മതത്തിൻ പേരും പറഞ്ഞ് അയ്യോ പടിഞ്ഞാറ് മനുഷ്യനെ കൊന്നൊടുക്കുമ്പോൾ ഭാരതത്തിലെ നീണ്ട താടിക്കാർ കാട്ടാളന്മാർ പോരെങ്കിൽ പരിഷ്കാര ശൂന്യന്മാർ കറമ്പന്മാർ. മതത്തിൻ പേരും പറഞ്ഞ് അയ്യോ പടിഞ്ഞാറ് മനുഷ്യനെ കൊന്നൊടുക്കുമ്പോൾ ഭാരതത്തിലെ നീണ്ട താടിക്കാർ കാട്ടാളന്മാർ പോരെങ്കിൽ പരിഷ്കാര ശൂന്യന്മാർ കറമ്പന്മാർ. നേരിൻ്റെ നാടും തേടി സ്നേഹത്തിൻ പാട്ടും പാടി ചാരുവ ഐക്യത്തിൻ്റെ പൂന്തോപ്പിൽ ഊഞ്ഞാലാടി പീരങ്കിയാൽ പശ്ചിമ അലറാൻ ആശിച്ചപ്പോൾ ഭാരതം ഇരുന്നൊരു കൊച്ചോടക്കുഴലൂതി. കവിതയുടെ അർത്ഥമൊന്നും ഞാൻ പറയുന്നില്ല. മനോഹരമായ കവിതയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ കവിതയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കവിതയാണ്. ഇന്നിപ്പോൾ വിമാനത്തിൽ കയറി ലോകം ചുറ്റി വന്നിടും വെള്ളപ്പരിഷ്കാരത്തിൻ മുത്തച്ഛന്മാർ. പച്ച മാംസവും കടിച്ച് ഊറ്റുവെള്ളവും കുടിച്ച് ആശ്രമം ഗുഹയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ഈ കൊച്ചു രാജ്യത്തിൻ്റെ ഓരോരോ ഞരമ്പിലും ഉത്കൃഷ്ടവും സംസ്കാരത്തിന് സ്പന്ദനമോളം വെട്ടി. ഈ കൊച്ചു രാജ്യത്തിൻ്റെ ഓരോരോ ഞരമ്പിലും ഉത്കൃഷ്ട സംസ്കാരത്തിന് സ്പന്ദനമോളം വെട്ടി. ഉത്കൃഷ്ട സംസ്കാരം നമുക്ക് വേണം. നമുക്ക് മതചിന്ത വേണ്ട. എല്ലാ മതത്തെയും സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. യേശുക്രിസ്തു പഠിപ്പിച്ചതാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹത്തിൻ്റെ പ്രമാണമാണ്. സ്നേഹം. ദൈവത്തിന് സ്തോത്രം. പിശാച് നമ്മെ കൈയടി കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന അപകടം നമ്മുടെ ബോധം മറഞ്ഞു പോകും. മർക്കോസിന് ശേഷം 5-ാം അധ്യായം വായിക്കാം. മർക്കോസിന് ശേഷം 5-ാം അധ്യായം ചില വാക്യങ്ങൾ വായിക്കാം. മർക്കോസ് 5-ന്റെ ആദ്യ ചില വാക്യങ്ങൾ. അവർ കടലിൻ്റെ അക്കരെ ഗദർദേശത്തെത്തി. പടയിൽ നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ, പാവം. ആ മനുഷ്യൻ അവൻ വീട്ടിലല്ല, കല്ലറകളില്ല, സെമിത്തേരിയില്ല. അവിടെ കുറേ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. ഒരു പാറയിൽ നിന്ന് വേറൊരു പാറയിലേക്ക് ചാടും. സുബോധമില്ല, പോയി ഭ്രാന്ത് പിടിച്ചു. ഭ്രാന്താണ്. വസ്ത്രം കൊടുക്കില്ല, നഗ്നനാണ്. നഗ്നതാബോധമില്ല, പാവം. പിശാചകത്ത് കയറി. ഒന്നല്ല, 6000 ഭൂതങ്ങൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കയറി. 6000 ദുരാത്മാക്കൾ അവൻ്റെ ഉള്ളിൽ കയറി. ദുരാത്മാക്കളുടെ ബന്ധനത്തിലായി അവൻ ഭക്ഷണമൊന്നുമില്ല, പക്ഷേ നല്ല ആരോഗ്യം. അവൻ അവിടെ ഇങ്ങനെ അലറിക്കൊണ്ടൊക്കെ നടക്കുമ്പോൾ പിള്ളേരൊക്കെ പേടിക്കും, ആളുകൾ പേടിക്കും. അടുക്കച്ചെല്ലാം പേടിയാണ്. കുറേ ആളുകൾ കൂടി അവനെ കയ്യിൽ വിലങ്ങ് വെച്ചു, കാലിൽ ചങ്ങലയിട്ടു.
ചങ്ങലയിൽ വലിച്ചു വലിച്ച് പൊട്ടിച്ചു. അത്ര ശക്തനാണ്. അത് ഈ പിശാചിന് അങ്ങനെ ശക്തിയുണ്ട്, ഭയങ്കര ശക്തിയാണ്. അവൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചു, വിലങ്ങ് ഒടിച്ചു കളഞ്ഞു, ഉരുമ്മി ഒടിച്ചു കളഞ്ഞു. അവനവിടെ ഉള്ളതുകൊണ്ട് ആർക്കും വഴി നടന്നുകൂടാഞ്ഞു. അവൻ നാട്ടിൽ പേടി സ്വപ്നമായിരുന്നു. ഞാനിങ്ങനെ ഭാവനയിൽ കാണും, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അപ്പനും അമ്മയും കരഞ്ഞ് അവർ പറഞ്ഞു വിടും, മക്കളെ ഇന്ന് ഭ്രാന്തൻ വന്നാൽ നിങ്ങൾ ഒഴിഞ്ഞ് മാറിപ്പോയിക്കൊള്ളും കേട്ടോ, ഓടി മാറിക്കൊള്ളും കേട്ടോ, അടുക്കളേക്കും പോവല്ലേ, മക്കളോട് പറഞ്ഞു വിടും. വേദസ്ഥലം ഇങ്ങനെയില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആ നാട് ഭീതിയിലായിരുന്നു, ഭയപ്പാടിലായിരുന്നു. ഇവൻ ഒരുത്തൻ കാരണം നാട് ഭയപ്പാടിലായിരുന്നു. ആകെ നാടിനെ വിറപ്പിച്ചുകൊണ്ടിരുന്നു. കലറിൽ നിന്ന് കൂക്കി വിളിക്കും ഉറക്കെ. പകലിൽ നിന്ന് രാത്രി ഉറക്കമില്ല അവന്. അത്യന്തം ഉറക്കെ അവൻ വിളിക്കും, ഉറക്കമില്ല, ഉറക്കെ വിളിക്കും. അന്നൊരു ദിവസം ഇവൻ ഉറക്കെ ഇങ്ങനെ വിളിച്ച് കൂവുമ്പോൾ 20 മൈൽ അകലെ ഗില്ലക്കടലിൻ്റെ അപ്പുറത്ത് കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവ് ശബ്ദം കേട്ടു. നേരെ ചെവിയിൽ കേട്ടതല്ല, ആത്മാവിൽ കർത്താവ് കേട്ടു. ഒരാവശ്യക്കാരൻ നിലവിളിക്കുന്നു, പിശാചിൻ്റെ ബന്ധനത്തിലിരിക്കുന്ന ഒരാൾ നിലവിളിക്കുന്നു, സ്വാതന്ത്ര്യമില്ലാത്ത ഒരാൾ നിലവിളിക്കുന്നു, സാത്താൻ്റെ ബന്ധനത്തിലുള്ള ഒരാൾ നിലവിളിക്കുന്നു. കർത്താവിന് മനസ്സിലായി. കർത്താവ് അതിവേഗം കടൽ കടന്ന് കർത്താവ് അക്കരെ എത്തി. അപ്പോഴുണ്ട് ഇവൻ നേരെ വന്ന് നിൽക്കുന്നു. കർത്താവിനൊരു കൂസലുമില്ല. ആളുകളെല്ലാം അവർ കാണുമ്പോൾ പേടിച്ചോടും, പക്ഷേ യേശുവിനൊരു കൂസലുമില്ല. കാരണം യേശു ദൈവപുത്രനല്ലേ. നിത്യനായ ദൈവത്തിന് ധീരതയ്ക്ക് പ്രത്യേകിച്ച് ആവശ്യമുണ്ടോ? കർത്താവ് ധീരത തന്നെയല്ലേ, ധൈര്യമല്ലേ. കർത്താവ് അവന് നേരെ ചെന്നു. അവൻ തൊഴുകയോട് പറഞ്ഞു, അയ്യോ എന്നെ ഉദ്ധരിക്കരുതേ, എന്നെ ദണ്ഡിപ്പിക്കരുതേ. കർത്താവ്, നീ ആരാ? നിൻ്റെ പേരെന്താ? എൻ്റെ പേര് ലഗിയോൻ. ലഗിയോൻ എന്ന് വെച്ചാൽ ഭൂതങ്ങളുടെ കൂട്ടം, സൈന്യങ്ങളുടെ കൂട്ടം. ലീജിയൺ എന്ന് വെച്ചാൽ സൈന്യ സമൂഹം. ഒരു ബറ്റാലിയൻ, ഒരു സൈന്യത്തിൻ്റെ സമൂഹമാണ് ഒരു ലഗിയോൻ എന്ന് പറയുന്നത്. 6000 പേരുണ്ട്. ഞാൻ ലഗിയോനാകുന്നു. 6000 ഭൂതങ്ങളാണ് അവൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. കർത്താവ് അവനെ നോക്കി. കർത്താവിന് സങ്കടം. പാവം, ബോധമില്ലാതെ പോയല്ലോ, പിശാചുകൾ കീഴടക്കിയല്ലോ. കർത്താവിന് അമർഷമല്ല, വാത്സല്യമാണ്. കൈപ്പണിയായി, തൻ്റെ സ്വന്തം കൈപ്പണിയായ മനുഷ്യൻ, നിത്യനായ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യന് സുബോധമില്ലാത്തതിനായി നടക്കുന്നു. കർത്താവിന് സങ്കടം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ ആർദ്രതയോടെ നോക്കി പറഞ്ഞു, ദുരാത്മാവേ ഇവനെ വിട്ടുപോകും. കർത്താവ് ശാസിച്ചു. ഇവൻ്റെ അകത്ത് കൂടിയിരിക്കുന്ന ദുഷ്ടപിശാചുക്കളോടാണ് കർത്താവ് പറഞ്ഞത്, ദുരാത്മാവേ ഇവനെ വിട്ടുപോകും. എന്തൊരത്ഭുതം! ഇത് പെട്ടെന്ന് ഒരു സുബോധം കിട്ടി. അപ്പോൾ പിശാചുക്കൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളിവിടെ നിന്ന് അയക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചാൽ മതി. ഒട്ടേറെ പന്നികളുടെ ഗദരദേശത്ത് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടൽക്കരയിൽ പന്നി വളർത്തുന്ന നാടാണ് ഗദരദേശം. ആ ഗദരദേശത്തേക്ക് കർത്താവ് ചെന്ന് അവനിൽ നിന്ന് ഈ ഭൂതങ്ങളെല്ലാം പുറത്താക്കി. ഭൂതങ്ങൾ പന്നികളിൽ കടന്നു. പന്നിക്കൂട്ടം ഓടുകയാണ്. എങ്ങോട്ടാണ് ഓടുന്നത് പന്നിക്ക് അറിയാൻ പാടില്ല. ഒരു ഹാസ്യ കലാകാരൻ പറഞ്ഞു, ഈ വേറൊരു പന്നിയോട് ചോദിച്ചു, നമ്മൾ എങ്ങോട്ടായി ഓടുന്നത്? ആർക്കറിയാം. ഓടുകയാണ്, സുബോധമില്ലാതെ ഓടുകയാണ്. പന്നിക്കൂട്ടം ഇങ്ങനെ ഓടുന്നു. എങ്ങോട്ട്? കടലിലേക്ക്. എല്ലാം കൂടി കടലിലേക്ക് ചെന്ന് വീർപ്പുകൊണ്ട് ചത്തു. എല്ലാറ്റിനെയും പിശാച് കൊന്നു, പന്നികളെല്ലാം കൊന്നു. നോക്കൂ, ഈ മനുഷ്യൻ, സുബോധമില്ലാത്ത മനുഷ്യൻ്റെ ഉള്ളിൽ കൂടിയിരുന്ന പിശാചുക്കൾ എല്ലാം പന്നികൾ കടന്നു. നാടിന് നാശമായി. അപ്പോൾ അവർ വിചാരിച്ചു, ഈ യേശു ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങളുടെ പന്നികൾ നഷ്ടപ്പെട്ടു, യേശുവിനോട് നിർത്തിയാൽ കുഴപ്പമാണ്. അങ്ങനെയുണ്ട് ചില ആളുകൾ. എങ്ങനെയാണ്? ഈ കൂട്ടായ്മ വന്നതുകൊണ്ട് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. പാപം ചെയ്യാൻ പാടില്ല, ആളുകൾ പാപത്തെ ദ്വേഷിക്കത്തക്കവണ്ണമൊക്കെ പറയുന്നു, പ്രസംഗിക്കുന്നു, വലിയ പ്രയാസമാണ്. അങ്ങനെ ചില ആളുകളുണ്ട്, അവർ കൂട്ടായ്മയെ പകയ്ക്കുന്നവരാണ്. അവർ പകയ്ക്കുന്നതിന് കാരണമുണ്ട്, ലഘുവിനകത്തുണ്ട്. അതുകൊണ്ടാണ് അവർ പകയ്ക്കുന്നതിന്, കൂട്ടായ്മയെയും ദൈവത്തിൻ്റെ വേലയെയും അവർ വിദ്വേഷിക്കുന്നതിന് കാരണം അവരുടെ അകത്ത് ഭൂതങ്ങളുണ്ട്. ഈ ഭൂതങ്ങൾ അവരിൽ ഉള്ളത് കൊണ്ടാണ് അവർ നമ്മളെ പകയ്ക്കുന്നത്, നമ്മളെ ആക്ഷേപിക്കുന്നത്, നമ്മളെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നത്, നമ്മളെ എതിർക്കുന്നത്, നമ്മളെ ആക്രമിക്കുന്നത് എല്ലാം ഭൂതങ്ങളുള്ളതുകൊണ്ടാണ്. ഈ ഭൂതങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പന്നികളിലേക്ക് കടന്നു. കൂട്ടത്തോടെ കടലിലേക്ക് പോയി വീർപ്പൂട്ടി ചത്തു. പാവം, അപ്പോഴവന് സുബോധം വന്നത്. അവന് അയ്യോ ഞാൻ നഗ്നനാണല്ലോ, നാണം വരുന്നു. ഉടനെ കർത്താവിൻ്റെ ശിഷ്യന്മാർ അവനെ ഒരു വസ്ത്രം കൊടുത്തു, വസ്ത്രം ഉടുപ്പിച്ചു. ഭാഗ്യം. അങ്ങനെയും വേണം കേട്ടോ. ശിഷ്യന്മാരങ്ങനെയുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ ഇംഗിതം അറിഞ്ഞ് തക്ക സമയത്ത് വേണ്ടത് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ശിഷ്യന്മാർ. വേഗം വസ്ത്രം കൊടുത്തു. അവിടെ പൊട്ടി ചോര ഒലിക്കുന്നുണ്ട്, വീണ് പഴുപ്പ് പറ്റിയ ചില വ്രണങ്ങളുണ്ട്. പക്ഷേ എന്നാലും വസ്ത്രം കൊടുത്തു. കർത്താവ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുക. കാരണം അവിടെയുള്ള ആളുകൾ പറഞ്ഞു, യേശു ഇനി ഇവിടെ നിൽക്കണ്ട. കർത്താവ് പോകാൻ തുടങ്ങുക.
അവൻ കർത്താവിൻ്റെ മേലെ ചെന്നു, യേശുവേ ഒരു കാര്യം ചെയ്യണം, നീ പോകരുത്. അല്ല, നീ പോവുകയാണെങ്കിൽ ഞാനും കൂടെ വരാം. എനിക്ക് ഈ നാട്ടിൽ ജീവിക്കേണ്ട, ഭാര്യയുണ്ട് മക്കളുണ്ടെന്നൊന്നും എനിക്ക് ചിന്താ വിഷയമല്ല. ഞാൻ നിൻ്റെ കൂടെ വരും. ഈ നാട്ടിൽ നിന്നെ ഇവരെ ഓടിച്ചു വിട്ടതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരാൻ പോവുകയാണ്. കഥ പറഞ്ഞു, അല്ലല്ല, നീ എൻ്റെ കൂടെ വരണ്ട, നീ ഇവിടെ തന്നെ ജീവിക്കണം. ഭ്രാന്ത് പിടിച്ചിരുന്ന നീ സുബോധം കിട്ടിയെന്നുള്ളവരെ നാട്ടുകാരറിയണം. എങ്ങനെ നിനക്ക് സുബോധം കിട്ടിയെന്ന് നാട്ടുകാരറിയണം. നീ ഇവിടെ സാക്ഷിയായി നിൽക്കണം. ഈ നാട്ടിൽ നീ മാറരുത്. നിൻ്റെ വീട്ടിൽ നീ പോകണം. നിൻ്റെ ഭാര്യയും മക്കളെയും നീ കാണണം. നീ സുബോധം കിട്ടിയെന്നുള്ളത് ആളുകൾ അറിയണം. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടണം. അനേകർ യേശുവിൻ്റെ മഹത്വം കാണുവാൻ സംഗതിയാക്കി തീരും. നീ ഇവിടെ തന്നെ നിൽക്കുക, എൻ്റെ കൂടെ പോരണ്ട, നീ ഇവിടെ നിന്ന് സാക്ഷിയായി നിൽക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കേട്ടോ. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഒരു ഭാവന എൻ്റെ ഭാവനയല്ല, DL മൂടി എന്ന് പറയുന്ന ഭക്തനായ ഒരു ദേവദാസൻ പറഞ്ഞ ഭാവന എങ്ങനെയാണ്? അവൻ വീട്ടിലേക്ക് ചെന്നു, വസ്ത്രം കൊടുത്ത് വീട്ടിലേക്ക് ചെന്നു. ഇവന് ദൂരെ നിന്ന് വന്നപ്പോൾ കണ്ടപ്പോഴേക്കും ഭാര്യ ഓടി അകത്ത് കയറി. പിള്ളേരോട് പറഞ്ഞു, മക്കളെ മിണ്ടരുത്, ആരും മിണ്ടരുത്, വാതിലെല്ലാം അടച്ചു, ജനൽ കുറ്റിയിട്ടു. ഇങ്ങനെ പേടിച്ചിരിക്കുക. കാരണം വന്നാൽ തല്ലും, ഉപദ്രവിക്കും, പിള്ളേരെ എല്ലാവരെയും അടിക്കും. സുബോധമില്ലല്ലോ, ഭ്രാന്തല്ലേ. ഭാര്യ ഉപദ്രവിക്കും. പേടിച്ച് വാതിലും ജനലെല്ലാം അടച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ പുറത്തു വന്നു. ഭാര്യ പേര് വിളിച്ചു. എന്തോ ഒരു വ്യത്യാസം. ഭാര്യ വിളിച്ചു, എന്തോ സ്വരത്തിൻ്റെ വ്യത്യാസം. പറഞ്ഞു, ഞാൻ സുബോധത്തോടെ വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിൽ പിശാചുക്കളെല്ലാം ഇറങ്ങിപ്പോയി. യേശു വന്നു, എന്നിലുണ്ടായിരുന്ന 6000 ഭൂതങ്ങളെ കർത്താവ് പറഞ്ഞു വിട്ടു. ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ സുബോധമുള്ളവനാണ്. അപ്പോൾ ഈ സ്ത്രീ വിചാരിച്ചു, സൂത്രം പറയുകയാണോ? പിള്ളേരെ കട്ടിൽ കിഴി വിളിച്ച് പിള്ളേർ പറയുകയാണ്, അമ്മേ മിണ്ടല്ലേ, സൂത്രം പറയുകയാണ്, നമ്മളെ കൊല്ലും, നമ്മൾ ഉപദ്രവിക്കും, അയ്യോ വേണ്ട, അമ്മ വാതിൽ തുറക്കല്ലേ. അത് വീട്ടിൽ ചുറ്റും നടന്നു, പാവം വിളിച്ചുകൊണ്ട് നടന്നു. ഇത് ഞാനാണ്, നിൻ്റെ ഭർത്താവാണ്, മക്കളെ നിങ്ങളുടെ അപ്പനാണ് വിളിക്കുന്നത്. എനിക്ക് സുബോധം കിട്ടി, ഞാനിപ്പോൾ എൻ്റെ ഭ്രാന്ത് മാറി, യേശു എനിക്ക് സൗഖ്യം തന്നു, നിങ്ങളുടെ ദുരാത്മാക്കളെ യേശു മാറ്റി, ഞാൻ പഴയ ആളല്ല, പഴയ ഭ്രാന്തെല്ലാം മാറി, ദുരാത്മാക്കൾ വിട്ടുപോയി. നിങ്ങൾ നോക്കൂ. ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് വിളിച്ചു, നീ ഒന്ന് ജലപ്പാളി തുറന്ന് നോക്ക്, ഞാൻ വസ്ത്രം എടുത്തിട്ടുണ്ടോ, നീ ഒന്ന് നോക്ക്. മുമ്പ് ഞാൻ വരുമ്പോഴെല്ലാം വസ്ത്രം എടുക്കാതെ നഗ്നനായി ആർത്ത് ഭയങ്കരമായ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ടല്ലേ വരാറ്. അങ്ങനെയല്ലല്ലോ, നീ നോക്കൂ. ഭാര്യ പാവം പേടിച്ച് ജനലിൻ്റെ ഒരു പാളി തുറന്ന് ഒന്ന് പാളി നോക്കി, എങ്ങി നോക്കി. ശരിയാണല്ലോ, ആളുടെ ഭാവം മാറിയിരിക്കുന്നു. മുഖഭാവത്ത് ക്രൗര്യമില്ല, മുഖത്ത് ആ ഒരു ക്രൂരത ആ മുഖത്ത് ഇല്ല. എന്തൊരു മാറ്റം, എന്തൊരു വ്യത്യാസം. നോക്കൂ. ഭാര്യയെ പേരിൽ വിളിച്ചു. മുമ്പ് വിളിക്കുമ്പോഴെല്ലാം ചീത്ത വാക്ക് പറഞ്ഞൊക്കെ വിളിക്കാറ്, വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞാൽ വിളിക്കാറ്. ഇപ്പോൾ അങ്ങനെയല്ല, ഭാര്യ പേരിൽ വിളിച്ചു. വ്യത്യാസമുണ്ട്. അവൾ വാതിൽ തുറന്നു. വാതിൽ തുറന്ന പാടെ അവനൊന്ന് ഈ സ്വന്തം ഭാര്യയുടെ കാൽക്കിളങ്ങ് വീണു. നീ എന്നോട് ക്ഷമിക്കണം, സുബോധമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ ഉപദ്രവിച്ചത്, എന്നോട് ക്ഷമിക്കണം. എൻ്റെ മക്കൾ എവിടെയാണ്? മക്കൾ ഓരോരുത്തർ വന്നു, അവരും അപ്പനും സന്തോഷിക്കുന്നു, അമ്മയും ഒരുമിച്ച് സന്തോഷിക്കുന്നു. കുടുംബം സ്വർഗമായി മാറുന്നു. ഭൂതം വിട്ടുപോയി, ദുരാത്മാക്കൾ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. സ്വാതന്ത്ര്യം തരികയാണ് ക്രിസ്തു. സ്വാതന്ത്ര്യം തരുന്നതാണ്. ദുരാത്മാക്കളിൽ നിന്ന് സ്വാതന്ത്ര്യം തരികയാണ്. ദുരാത്മാക്കളിൽ നിന്ന്, ദുഷ്ടപിശാചുക്കളിൽ നിന്ന് സ്വാതന്ത്ര്യം തരികയാണ്. നിങ്ങൾക്ക് വേണമോ ഈ സ്വാതന്ത്ര്യം? ഈ ദുഷ്ടാത്മാക്കളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണമോ? നിങ്ങൾക്കറിയാമോ നിങ്ങൾ പലരെയും ദുഷ്ടാത്മാക്കൾ പിടികൂടിയിരിക്കുകയാണെന്ന്? പലരുടെയും സ്വഭാവത്തിൽ ദുഷ്ടാത്മാക്കളുടെ സ്വാധീനമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പിശാചുക്കളുടെ സ്വാധീനമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പലപ്പോഴും ശണ്ട കൂടുന്നതും വഴക്കടിക്കുന്നതും പണത്തിനുണ്ടാക്കാനുള്ള ബന്ധപ്പാടുകളും വഴക്കുകളും കലഹങ്ങളും എല്ലാം മോഷണവും കവർച്ചയും കൊള്ളരുതായ്മയും അശുദ്ധ ജീവിതവും എല്ലാം ദുഷ്ടാത്മാക്കളുടെ പണിയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ദുഷ്ടാത്മാക്കളുടെ യാത്ര പറയുക. ദുഷ്ടാത്മാക്കളിട്ട് പോകട്ടെ. കർത്താവ് വന്നിരിക്കുകയാണ്. സ്തോത്രം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം മുതൽ വായിക്കാം. 1 യോഹന്നാൻ 3:8 മുതൽ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. പിശാചിന്റെ ബന്ധനങ്ങൾ അഴിക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു വന്ന അതിനാണ്. പിശാചിന്റെ ബന്ധനം അഴിക്കാൻ. സാത്താൻ ബന്ധിച്ചിരിക്കുന്നു. അനേക കുടുംബങ്ങളുടെ സാത്താൻ വളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുന്നു, പുറത്തെവിടെയെങ്കിലും പോയിട്ട് നിങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് കിടക്കുന്നു. അപ്പോൾ എന്തൊരു ശബ്ദം കേട്ടു. എന്താണാവോ? നോക്കിയപ്പോൾ ഒരു ഭീകരനായ മൂർഖൻ പാമ്പ് കിടപ്പുമുറിയിൽ.
നിങ്ങൾ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ചാടി പുറത്ത് ചാടി കിടന്നു. അയ്യോ, മുറിയിൽ എങ്ങനെ ഈ പാമ്പ് കയറി? ഇത്രയും വലിയ പാമ്പ് എങ്ങനെ കയറി? മുറുക്കൻ പൊത്തി കൊടുത്ത് നിൽക്കുകയാണ്. പേടിച്ച് പാമ്പ് പോത്തി ചാടി. ഭാവനയാണ്, ഉദാഹരണമാണ്. നിങ്ങൾ ഉടനെ അടുത്തുള്ളവരെ വിളിച്ചു വരുത്തി, വേണ്ട ഞങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരു മൂർഖൻ പാമ്പ് പത്തി കൊടുത്ത് നിൽക്കുന്നു. അവർ ധൈര്യമുള്ള 1-2 പേര് വന്നു. അവർ വാതിൽ തുറന്നു. എവിടെയാണ് നോക്കട്ടെ, കാണുന്നില്ല, പാമ്പിനെ കാണുന്നില്ല. പാമ്പ് എവിടെ പോയി? ഞാൻ കണ്ടതാണെന്ന്, ഞാൻ സ്വന്തം കണ്ടതല്ല. പാമ്പ് ഈ മുറിയിലുണ്ട്, പത്തി കൊടുത്ത് നിന്ന് എൻ്റെ നേരെ ഇങ്ങനെ ചീറ്റിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇപ്പോൾ എവിടെ? കട്ടിൽ, കിടക്ക, മേശ, കസേര എല്ലാം വലിച്ചിട്ട് മറിച്ചു, എല്ലാം നോക്കി, ഇല്ല, ഒന്നും കാണുന്നില്ല. എവിടെ പോയി? ഇവരെല്ലാം തിരിച്ചു പോയി. നിങ്ങൾക്ക് തോന്നിയതായിരിക്കും അങ്ങനെ പാമ്പൊന്നും ഇവിടെ ഇല്ല, പേടിക്കണ്ട. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവൻ അകത്തേക്ക് ചെന്നപ്പോൾ വീണ്ടും പാമ്പുണ്ട് അവിടെ. പാമ്പ് അവിടെ പത്തി കൊടുത്ത് നിൽക്കുന്നു. എന്ത് കഷ്ടം, പാമ്പ് അവിടെ തന്നെ നിൽക്കുന്നു. നിങ്ങൾ വീണ്ടും ആളുകൾ കൊടുന്നു. എന്നപ്പോൾ ഇപ്പോഴും പാമ്പിനെ കാണുന്നില്ല. ജനക്കൂട്ടം ഓടി വരുമ്പോൾ പാമ്പിനെ കാണുന്നില്ല. അല്ലാത്തപ്പോൾ പാമ്പ് പത്തി കൊടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. അതിൽ ഒരാൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും പാമ്പ് അവൻ കണ്ടെന്ന് പറയുന്നത് സത്യമായിരിക്കും, നമുക്ക് നോക്കാം. അവിടെ വാസകൽ നോക്കിയപ്പോൾ മുറിയുടെ ഒരു ഭാഗത്ത് ചെറിയൊരു ദ്വാരം കാണുന്നുണ്ട്, ചെറിയൊരു ദ്വാരം. നമുക്കിവിടെ നോക്കാം. കിളച്ചു. അവിടെ കിളച്ച് അവിടെ കുറച്ച് ഭാഗം നല്ല വിശാലമായൊരു പൊത്തുണ്ട്. അവിടെ കുറച്ച് മണ്ണെണ്ണ അതിലേക്ക് ഒഴിച്ചു. പെട്ടെന്ന് പാമ്പ് പൊന്തി വന്നു. ഈ മണ്ണെണ്ണയുടെ ഗന്ധം ചെന്നപ്പോഴേക്കും പാമ്പ് പൊങ്ങി വന്നു. പാമ്പിനെ അവരെല്ലാവരും കൂടി അടിച്ചു കൊന്നു. അനേക കുടുംബങ്ങൾ ഇന്ന് പാമ്പിൻ്റെ അധീനത്തിലാണ്. പാമ്പ് പുറത്ത് കാണുന്നില്ല. ഈ പാമ്പ് ഏതാണ്? പൈശാചിക ശക്തിയാണ്. അനേകം വ്യക്തികൾ ഇന്ന് പിശാചിൻ്റെ കയ്യിലാണ്. വ്യക്തികൾ, സാത്താൻ അനേകരെ കൈയടക്കി വച്ചിരിക്കുകയാണ്, അനേകരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ യേശു വന്നിട്ടുണ്ട്. പാമ്പിൻ്റെ പിടിയിൽ നിന്ന് മോചനം തന്ന്, വിഷസർപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം തന്ന്, സ്വാതന്ത്ര്യം നിന്ന് നിങ്ങളെ അനുഗ്രഹിപ്പാൻ കർത്താവ് വന്നിരിക്കുകയാണ്. വേണമോ നിങ്ങൾക്ക് യേശുവിനെ? പാമ്പുകളെ കൊല്ലുന്ന യേശുവിനെ നിങ്ങൾക്ക് വേണമോ? ഏത് തോട്ടത്തിൽ കടന്നു വന്ന് ഐശ്വര്യം നശിപ്പിച്ച ദുഷ്ടപിശാചിനെ വധിച്ച് ക്രൂശിന്മേൽ വെച്ച് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി യേശുവിനെ നിങ്ങൾക്ക് വേണമോ? ക്രൂശിൽ അവൻ പാമ്പിൻ്റെ തല ചതച്ചു. സ്തോത്രം. പാമ്പിൻ്റെ തല ചതച്ചു ക്രൂശിന്മേൽ. ദൈവത്തിന് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല വില തേച്ചുവിടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു കർത്താവ് പറഞ്ഞു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല വില തേച്ചുവിടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഈ പാമ്പ് നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ഓഫീസിലുണ്ട്, പാമ്പ് നമ്മുടെ പ്രവർത്തന രംഗത്തുണ്ട്, നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ട്. പാമ്പുകൾ എല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. ഞാൻ പുറമെ പറയുന്നത് പാമ്പുകളല്ലേ പറയുന്നത്, പൈശാചികൻ, സാത്താൻ്റെ പ്രവൃത്തികളെല്ലാം അഴിപ്പാൻ ദൈവത്തിന് പ്രത്യക്ഷ യേശുക്രിസ്തു വന്നു. എന്തിന്? ഈ പിശാചിൻ്റെ എല്ലാ ബന്ധങ്ങളും അഴിക്കാൻ. ബന്ധനം അഴിയണമോ? നിങ്ങൾക്ക് വേണമോ? ഇന്ന് വേണമോ? സ്തോത്രം. ഇന്ന് വേണമോ? തരം കർത്താവ് വന്നിരിക്കുകയാണ്. ഇന്ന് ഈ ബന്ധങ്ങൾ അഴിഞ്ഞ് സ്വതന്ത്രരാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ യേശുവിന് സ്തുതി. നിങ്ങളെ സ്നേഹിക്കുന്ന യേശു വന്നിരിക്കുകയാണ്. എല്ലാ പാമ്പുകളെയും കൊല്ലുവാൻ കഴിവുള്ള കർത്താവ് യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. കുടുംബസമാധാനം തരാൻ കഴിവുള്ള കർത്താവ് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ സുവിശേഷ ദൂതുമായി യേശുദാ കടന്നു വന്നിരിക്കുന്നു. സന്തോഷം തരാൻ യേശു വന്നിരിക്കുന്നു. ബന്ധനഴിക്കാൻ യേശു വന്നിരിക്കുന്നു. പാമ്പുകളെ കൊല്ലുവാൻ യേശു വന്നിരിക്കുന്നു. കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിക്കുന്ന ദുഷ്ടപിശാചിനെ അയറ്റിക്കളയുവാൻ യേശു വന്നിരിക്കുന്നു. യേശുവിനെ സ്വീകരിക്കൂ. അനേകരിന്ന് പാമ്പ് വളഞ്ഞു നിൽക്കുകയാണ്. അനേകരെ പാമ്പ് വലയം ചെയ്തിരിക്കുകയാണ്. പാമ്പുകളെല്ലാം നശിപ്പിക്കാൻ യേശു ശക്തനാണ്. ക്രൂശിന്മേൽ പാമ്പിൻ്റെ മേൽ ജയം കൊണ്ടാടി, ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി, ക്രൂശിൽ പാമ്പിൻ്റെ തല ചതച്ചു. സ്തോത്രം. യേശുവേ, ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമേ. എൻ്റെ ജീവിതത്തിൽ അനേകം ദുശ്ശീലങ്ങളുണ്ട്, അനേകം ദുസ്സംശയങ്ങളുണ്ട്, അങ്ങനെ ചീത്ത വികാരങ്ങളുണ്ട്. കർത്താവേ, പിശാചിന് അവകാശമുള്ള പലതും എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റേതല്ലാത്ത പല വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റേതല്ലായിരുന്നു. ഞാൻ എങ്ങനെയോ ഒക്കെ സമ്പാദിച്ചു. എൻ്റേതല്ലായിരുന്നു. ഞാൻ എൻ്റെ വ്യാജഭാവം കൊണ്ട്, മോഷണം കൊണ്ടെല്ലാം പലതും സമ്പാദിച്ചിട്ടുണ്ട്. കർത്താവേ, തെറ്റുകൾ സംഭവിച്ചു പോയി. ആഭിചാര പ്രവൃത്തികൾ, ക്ഷുദ്രപ്രവൃത്തികൾ, കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ എല്ലാം ഉണ്ട് കർത്താവ്, എല്ലാം ഉണ്ടായിരുന്നു. അനേകം തെറ്റുകളുണ്ടായിരുന്നു. ഇതെല്ലാം പിശാച് അവകാശം പറയുന്ന കാര്യങ്ങളാണ്. നാഥ, എല്ലാവരിലും നിന്ന് എനിക്ക് നീ മോചനം തരുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമോ? യേശു വന്നിട്ടുണ്ട്. നിങ്ങളെ മോചിപ്പിക്കാൻ യേശു വന്നിട്ടുണ്ട്. സാത്താൻ്റെ പിടിയിൽ നിന്നും സാത്താൻ്റെ ബന്ധനത്തിൽ നിങ്ങൾ മോചിപ്പിച്ച് ഐശ്വര്യം തരാൻ യേശു വന്നിട്ടുണ്ട്. സമാധാനം തരാൻ യേശു വന്നിട്ടുണ്ട്. സ്വർഗ്ഗ സന്തോഷം തരാൻ യേശു വന്നിട്ടുണ്ട്. സൗഭാഗ്യ കാലങ്ങൾ തരാൻ യേശു വന്നിട്ടുണ്ട്. ആനന്ദ ഐശ്വര്യം എഴുതുന്ന മാസങ്ങളും ആണ്ടുകളും തരാൻ കർത്താവ് വന്നിട്ടുണ്ട്. യേശുവിനെ സ്വീകരിക്കൂ, യേശുവിനെ വിളിക്കൂ. യേശുവേ, കടന്നു വരണമേ. യേശുവേ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. എല്ലാ പാവത്തിൻ്റെ ഊരാക്കുരുക്കളിൽ നിന്ന് എനിക്ക് മോചനം തരണമേ. എനിക്ക് വിടുവിക്കണമേ. എനിക്ക് സമാധാനം തരണമേ.
പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് യാചിക്കൂ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നേ ഒന്ന് മാത്രം പറയണം, കർത്താവേ ഇന്ന് നീ എന്നെ തൊട്ടാൽ കർത്താവേ ഇനിമേ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് യേശുവേ നിൻ്റെ തിരുരക്തത്തിനെ തൊട്ടാൽ ഇനിമേ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും, സാത്താൻ ഇടം കൊടുക്കുകയില്ല. യേശുവേ ഇന്ന് നിൻ്റെ തൃക്കരൻ്റെ തലവേല വെച്ചാൽ ഇനി ഞാൻ മുതൽ പുതിയ മനുഷ്യനായി ജീവിക്കും, ഞാൻ മാറുകയില്ല. കർത്താവേ ഈ വാക്ക് ഞാൻ മാറുകയില്ല. നാഥ നീ എന്നിൽ നിന്ന് മാറിപ്പോകല്ലേ, ഇപ്പോൾ നിൻ്റെ തൃക്കരൻ്റെ തലവേല വെക്കണമേ. പ്രാർത്ഥിക്കൂ ഇന്നു മുതൽ. നാഥ ഞാൻ നിൻ്റെ വക പറയൂ നിങ്ങൾ യേശുവിനോട്. യേശുവേ ഇന്നു മുതൽ നിൻ്റെ വക, ഞാൻ നിൻ്റെ സ്വന്തം. യേശുവേ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവിനോട് പറയൂ, യേശുവേ ഇന്നു മുതൽ നിൻ്റെ ദാസനായി ജീവിക്കും, ദാസിയായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ വിശുദ്ധനായി ജീവിക്കും, ശുദ്ധിമതിയായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. പഴയത് കഴിഞ്ഞു പോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. പ്രാർത്ഥിക്കൂ, നിങ്ങൾ ദൈവത്തോട് പറയൂ, യേശു ഇതാ വന്ന് നിങ്ങളുടെ തലമയെ കരം വയ്ക്കാൻ യേശു കരം നീട്ടിയിരിക്കുന്നു, കരം ഇതാ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾ വിട്ടുകൊടുക്കുകയും നിങ്ങളുടെ ഹൃദയം യേശുവിന് തുറന്നു കൊടുക്കുകയും, യേശുവേ വരണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരം ഉയർത്തി യേശുവിനെ സ്വീകരിപ്പീൻ. യേശു നിങ്ങളുടെ കാര്യത്തിൽ പിടിക്കട്ടെ. യേശുവിൻ്റെ മുറിവേറ്റ കരം നിങ്ങളുടെ കാര്യത്തിൽ പിടിക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ കാര്യത്തിൽ വരട്ടെ. ആ തിരുരക്തം നിങ്ങളുടെ പാവങ്ങൾ മോചിക്കട്ടെ, ബന്ധങ്ങൾ അഴിക്കട്ടെ, സ്വാതന്ത്ര്യം തരട്ടെ. യേശുവേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം അട്ടഹസിച്ച് പറയണം, പിതാവ് പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെടുന്നു സ്തുതിക്കപ്പെടുന്നുമാകുന്നു, ആദ്യം മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അർഹതയില്ലപ്പാ, ഞങ്ങൾക്ക് യോഗ്യതയില്ല കർത്താവേ, ഞങ്ങൾ നിസ്സാരം കർത്താവേ, ഞങ്ങൾ അല്പപ്രാണികളുമാണല്ലോ, എന്നിട്ടും നീ ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ കർത്താവേ. അവിടുത്തെ കൃപ ഞങ്ങളെ സന്ധിച്ചല്ലോ, ഞങ്ങൾ സന്ദർശിച്ചല്ലോ. നാഥ ഇന്ന് ഈ മക്കളെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ, എല്ലാവരെയും കൃപയിൽ കാക്കണമേ. ഇനിയുള്ള കാലങ്ങളിൽ യേശുവിനെ സ്വന്തമായി ജീവിപ്പാനുള്ള ഭാഗ്യവും കൃപയും അവർക്ക് നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക.